ഹലോ. ഹലോ. ഇത് പഴീക്കൽ കടൽ അവസാനിക്കുന്ന അഴിമുഖം ആരംഭിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം എൻ്റെ നാടും ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ അപ്പുറമാണ് പൊയ്ത്തങ്കട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലം നിങ്ങൾ ആദ്യമായിട്ട് വരികയാണല്ലോ, അപ്പം ഈ സ്ഥലം എങ്ങനെ അനുഭവപ്പെടുന്നത്? ഈ സ്ഥലം ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ഭംഗിയൊക്കെ പറയല്ല, ഇഷ്ടപ്പെട്ടില്ല. ഇവിടുന്ന് തിരിച്ചു പോകാനുണ്ടാവില്ല കേട്ടോ. തിരിച്ചു പോകാതിരിക്കാനുള്ള വിഭവങ്ങളും ഈ സ്ഥലത്തിനുണ്ട്. വെരി ഗുഡ്, താങ്ക് യു. അങ്ങനെ അത്രമാത്രം മനോഹരമാണ്. ഇത് 160 കിലോമീറ്റർ നീളത്തിൽ ഇവിടുന്ന് 106 കിലോമീറ്റർ നീളത്തിൽ നദി ഒഴുകുന്നുണ്ടെന്നാണ് പറയുന്നത്. 7 ഭാഷകൾ കേട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ രണ്ടും കൂടി സംഗമിക്കുന്ന സ്ഥലം വളരെ മനോഹരമാണ്. പ്രത്യേകിച്ച് സിയാബിന്റെ കഥകളൊക്കെ വായിച്ചപ്പോൾ തന്നെ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു വളപട്ടണം പുഴ ഒന്ന് കാണണം, വിശാലമായി കാണണമെന്നുണ്ട്. അപ്പൊ അത് ഇന്നാണ് യാഥാർത്ഥ്യമായത്. അത് ഇന്നത്തെ വീട്ടിലെ ഒരു വിരുന്ന് അത് പ്രത്യേക ഒരു സന്തോഷം നൽകിയ ഒരു സംഭവമായി. ഇവിടെ വരാണ്ടായതും ഭയങ്കര എന്താ പറയുക, ഒരു ചാരിതാർത്ഥ്യം എന്നൊക്കെ പറയുന്നത് അതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം വളരെ മനോഹരമാക്കി തന്ന ഒരിടം ഈ പുഴയുടെ ഈ തീരമാണ്. ഈ തീരം ഇതൊരു അഴിമുഖം എന്നുള്ള നിലയിലുള്ള ഒരു പ്രാധാന്യമുള്ളൂ. അപ്പോൾ ഈ അഴിമുഖത്തിലൂടെയാണ് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞ പോലെ എൻ്റെ പിതാമഹൻ വന്നത്. അത് കേട്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നിയത് ഈ മലയാളത്തിലെ എഴുത്തുകാരുടെ കൂട്ടത്തിൽ UA ഖാദർ ഇതേമാതിരി അദ്ദേഹത്തിന്റെ ഉമ്മ ബർമ്മക്കാരിയാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ കല്യാണം കഴിച്ചുകൊണ്ട് തന്നെ മലയാളി അല്ലാത്ത ഒരു പാരമ്പര്യത്തിൽ അതൊക്കെ ഇവിടെ തന്നെ ബർമ്മയിൽ തന്നെ ജനിച്ചു. ബർമ്മ അമ്മ കോഴിക്കോട്ട് കൊയിലാണ്ടിയിലുള്ള കേട്ടിട്ടുണ്ട്. അപ്പോ ഈ വ്യാപനം തന്നെ ഇങ്ങനെ ഒരു പശ്ചാത്തലമുള്ളത്. ഇപ്പൊ വാപ്പാന്റെ വാപ്പ മലയാളി അല്ലായിരുന്നു. നമ്മുടെ ജീനുകളുടെ കുറച്ച് കാര്യങ്ങളുണ്ടാവും, മറ്റൊന്നും നമുക്കറിയില്ല. ജീനുകളുടെ കുറച്ച് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് അങ്ങനെ ആയിരിക്കും. നമ്മളിപ്പം അതും ആ ഒരു വിവരം കിട്ടിയത് ഈ ഒരു തീരത്തിനാണെന്നുള്ള ഒരു പ്രത്യേകത കൂടി. അതെ ഇപ്പോൾ ആരംഭിക്കുന്ന അഴിമുഖം, ഈ അഴിമുഖത്തിനെ തിരുന്നാ കിട്ടുന്നല്ലേ. നന്നായി. ഏതായാലും തർവ്യാസന ഒന്ന് ഓർക്കാനും കൂടി പറ്റിയല്ലോ. നിങ്ങൾ നാളെ പോവില്ലേ? എല്ലാ കഥയല്ല, നിങ്ങളെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാൽ മതി. ഇന്ന് അവിടെ പോയിട്ട് പ്രത്യേകിച്ച് 2 പേർക്കും ഒരു പണിയില്ലല്ലോ. കേട്ടോ, ശരി.